ഓക്കെ, ശ്രദ്ധിച്ചോ? ഗ്രാവിറ്റേഷണൽ ഫീൽഡ്, ഗ്രാവിറ്റേഷണൽ ഫീൽഡ്, ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് ഒന്നും കേട്ടിട്ടില്ലേ? കേട്ടിട്ടില്ല, ഫസ്റ്റ് ടൈം. പീറ്റർ ഫസ്റ്റ് ടൈം ആണ്. ബാക്കിയുള്ളവര് ഫസ്റ്റ് ടൈം ആണ്. ഇലക്ട്രിക് ഫീൽഡ് കേട്ടിട്ടില്ലേ ഇതുവരെ? കേട്ടിട്ടില്ലേ? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? മാഗ്നറ്റിക് ഫീൽഡാ? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ചാർജ്, ഒരു ഇലക്ട്രിക് ചാർജ്, അതിന് ചുറ്റും ആ ഇലക്ട്രിക് ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഒരു റീജിയൻ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയാം. അതുപോലെ തന്നെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പറയാനാണെങ്കിലും, ഇപ്പൊ നോക്കിക്കേ, ഒരു മാഗ്നറ്റ് ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. ആ മാഗ്നറ്റിന്റെ ആ ഒരു പ്രോപ്പർട്ടി, ആ മാഗ്നറ്റ് എന്താ ചെയ്യാ? അട്രാക്ട് അല്ലേ ചെയ്യാറ്? അപ്പൊ ആ മാഗ്നറ്റിന്റെ ആ ഒരു അട്രാക്ടിങ് പ്രോപ്പർട്ടി എഫക്ട് ചെയ്യുന്ന ഒരു റീജിയൻ. ഇപ്പൊ ഈ മാഗ്നറ്റിന്റെ അടുത്തോണ്ട് നമ്മൾ മറ്റേ എന്തെങ്കിലും സ്റ്റീലോ എന്തെങ്കിലും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. പക്ഷെ കുറെ ദൂരെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അട്രാക്ട് ചെയ്യൂ? ഇല്ല. അപ്പൊ ഏതൊരു ഫീൽഡിൽ മാത്രമേ അത് അട്രാക്ട് ചെയ്യുള്ളൂ? ഇതിനടുത്ത് വരുന്ന കുറച്ചൊരു റീജിയൻ അല്ലെ, അവിടെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ആ ഒരു പ്രോപ്പർട്ടി എഫക്ട് ചെയ്യുള്ളൂ. ആ ഒരു റീജിയനെയാണ് നമ്മൾ എന്താ പറയാ? മാഗ്നറ്റിക് ഫീൽഡും ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയാം. അതുപോലെ തന്നെയാണ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറയാം. ഗ്രാവിറ്റി എന്തിനോട് റിലേറ്റഡ് ആണ്? എർത്തിനോട് റിലേറ്റഡ് ആണ് അല്ലെ. അപ്പൊ എർത്തിന്റെ ആ ഒരു സർഫസ്, ആ ഒരു ചുറ്റും ഗ്രാവിറ്റേഷൻ എഫക്ട് ചെയ്യുന്ന ആ ഒരു ഫീൽഡ്, അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. എക്സാമ്പിൾ മനസ്സിലാവാൻ വേണ്ടിയാണ് ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് പറഞ്ഞു തന്നത്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് പറയുന്നത് പോലെ തന്നെ ആ ഒരു ഗ്രാവിറ്റി എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഒരു റീജിയൻ, അതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. എഴുതിക്കോ, ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഓഫ് എർത്ത്, ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഓഫ് എർത്ത് gravitational field of earth is the space around earth, is the space around earth. എഴുതിക്കോട്ടാ, ക്രിസ് അമൻ എഴുതിക്കോ. Gravitational field of earth is the space around earth where its gravitational influence is felt, where its gravitational influence is felt, where its gravitational influence is felt. എഴുതിയാ? ഓക്കെ, അപ്പൊ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്താന്ന് കിട്ടിയല്ലോ? ഗ്രാവിറ്റി എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു റീജിയൻ. ഫീൽഡ് എന്ന് പറയുമ്പോ തന്നെ ഓർക്കുക, ഗ്രാവിറ്റി മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. ഗ്രാവിറ്റി എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു റീജിയൻ. ഇനി അടുത്തത് ഇന്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. എഴുതിക്കോ, ഇന്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. ഓക്കെ, ഇന്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. ഇനി ഇലക്ട്രിക് ഫീൽഡ്, പീറ്റർ ഇലക്ട്രിക് ഫീൽഡിന് 12th പഠിക്കുമ്പോ അറിയില്ല എന്ന് പറയുമോ? നല്ല അല്ല, ഇലക്ട്രിക് 12th ഫസ്റ്റ് ചാപ്റ്റർ ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ തന്നെ പറയണം ഇലക്ട്രിക് ഫീൽഡ് കേട്ടിട്ടില്ലെന്ന് പറയണം കേട്ടോ. ഓക്കെ, ഇനി ഇന്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. ഇന്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്താന്ന് പറഞ്ഞല്ലേ, എർത്തിന് ചുറ്റും ആ ഒരു ഗ്രാവിറ്റി എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഒരു റീജിയനാണ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറയാം. ഈ ഗ്രാവിറ്റേഷണൽ ഫീൽഡ്, ഈ ഒരു ഇത് എർത്താണെങ്കിൽ ഇതാണ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറയുന്നത്. ഗ്രാവിറ്റി എഫക്ട് ചെയ്യുന്ന ആ ഒരു റീജിയൻ. ഇവിടെ ഞാനൊരു യൂണിറ്റ് മാസ് ഉള്ള ഒരു ബോഡി വെച്ചേക്കണം. യൂണിറ്റ് മാസ് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 1 കിലോഗ്രാം. അപ്പൊ യൂണിറ്റ് മാസ് ഉള്ള ഒരു ബോഡി വെച്ചേക്കണം. ഈ ബോഡിയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്, ഈ ബോഡിയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിന് നമ്മൾ പറയുന്ന പേരാണ് ഇന്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. ഇന്റൻസിറ്റി എന്ന് പറയുമ്പോൾ കിട്ടിയ ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ എന്താണെന്നതിന് മനസ്സിലായ? എർത്തിന് ചുറ്റും ഗ്രാവിറ്റി ഉണ്ടാവും. അപ്പൊ ആ ഗ്രാവിറ്റി എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഒരു റീജിയൻ, ദാറ്റ് ഇസ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. ആ ഫീൽഡിൽ കൊണ്ട് യൂണിറ്റ് മാസ് ഉള്ള ഒരു ബോഡി വെച്ച് ആ ബോഡിയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്, അതിനാണ് എന്തെന്ന് പറയാ? ഇന്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. അപ്പൊ ഇന്റൻസിറ്റിനെ നമ്മൾ ഐ വെച്ച് റെപ്രസെന്റ് ചെയ്യും. ഐ ഈക്വൽ ടു ഇന്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ എന്താ പറയാ? ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ബോഡി ഓഫ് യൂണിറ്റ് മാസ് പ്ലേസ്ഡ് അറ്റ് ദ ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. ഗ്രാവിറ്റേഷണൽ ഫീൽഡ് റിപ്പീറ്റ് ചെയ്ത് പറയുന്ന സെന്റൻസ് പഠിച്ചു പോകാനാണ്ട. ഇന്റൻസിറ്റി എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കുക, ഐ, ഇന്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ ബോഡി ഓഫ് യൂണിറ്റ് മാസ് പ്ലേസ്ഡ് ഇൻ ദ ഗ്രാവിറ്റേഷണൽ ഫീൽഡ്.
placed in the gravitational field. Okay, force experienced by body of unit mass placed in the gravitational field. I equal to F by M. എഴുതിക്കോ intensity of gravitational field. Intensity of gravitational field. It is defined as the intensity of gravitational field. It is defined as the force experienced by body of unit mass. It is defined as the force experienced by body of unit mass placed at the gravitational field. Placed at the gravitational field. Placed at the gravitational field. I equation എഴുതിക്കോ I equal to F by M. I equal to F by M. ഓക്കെ I equal to F by M. ഇനി നോക്കിക്കോട്ടാ, എർത്ത് റേഡിയസ് R, മാസ് M. എർത്തിന്റെ സർഫസിൽ ശ്രദ്ധിക്കണേ, എർത്തിന്റെ റേഡിയസ് R, മാസ് ക്യാപിറ്റൽ M. എർത്തിന്റെ സർഫസിൽ ഒരു ബോഡി ഇരിക്കണേണ്, ആ ബോഡിയുടെ മാസ് സ്മോൾ m. ഓക്കെ, ഇവിടത്തെ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി നമ്മൾ എങ്ങനെ എഴുതാം? ഇക്വേഷൻ എന്താ, മറന്നുപോയാ? F equal to gmm by R square. ഇതല്ലേ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നമ്മൾ പഠിച്ചത്? ഏത് ലോയാ നമ്മൾ പഠിച്ചത്? ന്യൂട്ടൺ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പഠിച്ച. F equal to gmm by R square. നോക്കി, ഇനി നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഇന്റൻസിറ്റി I equal to Fന്റെ പ്ലേസിൽ gmm by R square. M കട്ടായി പോയി. അപ്പൊ I equal to gm by R square. ഈ gm by R square എന്ന് പറഞ്ഞ ടേം വേറെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെന്താ? വേറെ ആരെങ്കിലും ജോസ്? ഓക്കെ, ബാക്കി ആരെങ്കിലും പറഞ്ഞേനി? ഇതെന്താ? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇതെന്താ? gm by R square പഠിച്ചിട്ടുള്ളതല്ലേ? ഇപ്പൊ പഠിച്ചത് പോട്ടെ, 9th പഠിച്ചിട്ടുള്ളതല്ലേ? ഒന്നും ഓർമ്മയില്ല, നല്ല പിള്ളേർ. ഓക്കെ, അപ്പൊ I equal to നോക്കിക്കേ, ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ മനസ്സിലായല്ലോ? I equal to F by M. ഇതിലെ F എന്താന്ന് മനസ്സിലായല്ല? എർത്ത് നമ്മൾ റേഡിയസ് കൺസിഡർ ചെയ്ത്, മാസ് കൺസിഡർ ചെയ്ത്, എർത്തിന്റെ സർഫസിൽ ചുമ്മാ കൺസിഡർ നോക്കിയാൽ മതി. എർത്തിന്റെ റേഡിയസ് R, മാസ് M. എർത്തിന്റെ സർഫസിൽ ഒരു ബോഡി ഇരിക്കണമെങ്കിൽ അതിന്റെ മാസ് സ്മോൾ m ആയിട്ട് എടുത്ത്, അപ്പൊ ഇതിന് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നമുക്ക് എങ്ങനെയാണ്? F equal to gmm by R square. ഓക്കെ, ഇനി ഇത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. gmm by R square by M. mm കട്ടായിട്ടുണ്ടെങ്കിൽ I equal to gm by R square. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഇന്റൻസിറ്റി I equal to സ്മോൾ g. ഓക്കെ, മനസ്സിലായി? ഇത്ര എഴുതിക്കോ. ഇന്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എഴുതിയത് ഏതാണ്? ഐയുടെ വാല്യൂ പറയാൻ എഴുതിക്കോ. ഇത്ര അപ്പൊ ഇന്റൻസിറ്റിയുടെ വാല്യൂ എത്ര ആയിട്ട് വരും? ജിയുടെ വാല്യൂ അറിയാലോ, 9.8. അപ്പൊ I equal to G ആണെന്നാ നമ്മൾ പ്രൂവ് ചെയ്തു. 9.8. ഓക്കെ, എഴുതിക്കോ. ഇത്ര എഴുതിയാ? എഴുതിക്കോ. അവരെഴുതട്ടെ. കാണുന്നില്ലേ? ഇപ്പൊ കാണാവോ? ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് എഴുതിക്കേ. അപ്പൊ ഇതെന്താന്ന് സെന്റൻസ് ആയിട്ട് എഴുതിക്കേ. ഇതെന്താ? I എന്താ? I എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് നിയർ ദ സർഫസ്. ഇന്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് നിയർ ദ സർഫസ് ഓഫ് ദ എർത്ത്. ഇത് നോക്കി എഴുതിയാൽ മതി. I equal to G എന്നല്ലേ? I എന്താ? ഇന്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. എഴുതിക്കോ. ഇന്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് നിയർ ദ സർഫസ് ഓഫ് ദ എർത്ത്. Near the surface of the earth is equal to the, near the surface of the earth is equal to the
Acceleration due to gravity at that place. Intensity of gravitational field near the surface of the earth is equal to the acceleration due to gravity at the place. കഴിഞ്ഞോ? ഓക്കെ, അടുത്തത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. ഹെഡിങ് എഴുതിയോ? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. ഓക്കെ, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ച്, ഇത് എർത്താണെന്ന് വിചാരിക്കുക. ഇത് എർത്തിന്റെ ഗ്രാവിറ്റി എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഒരു റീജിയൻ അല്ലെങ്കിൽ സ്പേസ്, ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. ഈ ഗ്രാവിറ്റേഷണൽ ഫീൽഡിലേക്ക് ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു യൂണിറ്റ് മാസ് ഉള്ള ബോഡി ഇൻഫിനിറ്റിയിൽ നിന്ന് എന്താണ് ഓക്കെ ശ്രദ്ധിച്ചേ ഈ ഫീൽഡ്. അപ്പൊ നോക്കിക്കേ, എർത്തിന്റെ ഗ്രാവിറ്റി എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ റീജിയൻ ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. അവിടേക്ക് യൂണിറ്റ് മാസ് ഉള്ള ഒരു ബോഡി ഇൻഫിനിറ്റിയിൽ നിന്ന് ഈ ഫീൽഡിൽ ഏതെങ്കിലും ഒരു പോയിന്റ്, അപ്പൊ ഈ ഫീൽഡിലെ പോയിന്റ് ഇപ്പൊ നമുക്ക് ഈ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? വർക്ക് ചെയ്യണം. വർക്ക് ഡൺ അല്ലെ? വർക്ക് ഡൺ കൊടുത്ത വർക്ക് ചെയ്താൽ മാത്രമല്ല, ഇൻഫിനിറ്റിയിൽ ഇരിക്കുന്ന ഒരു യൂണിറ്റ് മാസ് ഉള്ള ഒരു ബോഡിനെ നമ്മൾ എങ്ങോട്ടാ കൊണ്ടുവരണ്ടേ? ഈ ഒരു ഗ്രാവിറ്റേഷണൽ ഫീൽഡിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, അപ്പൊ വർക്ക് ഡൺ ടു ബ്രിങ് എ ബോഡി ഓഫ് യൂണിറ്റ് മാസ് ഫ്രം ഇൻഫിനിറ്റി ടു ഗിവൻ പോയിന്റ്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഒന്നും പഠിച്ചിട്ടില്ല, 10th പഠിച്ചിട്ടില്ല. പൊട്ടൻഷ്യൽ ഫസ്റ്റ് ടൈം ആണോ പൊട്ടൻഷ്യൽ പഠിക്കുന്നത്? പഠിച്ചിട്ടില്ലേ? പൊട്ടൻഷ്യൽ കേൾക്കുന്നത്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഇപ്പൊ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാലും ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാലും പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ സെയിം തന്നെ. പൊട്ടൻഷ്യൽ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഇപ്പൊ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിലേക്ക് ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു പോയിന്റിനെ കൊണ്ടുവരിക. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ആണ് മീൻ ചെയ്യുന്നതെങ്കിൽ ഇൻഫിനിറ്റിയിൽ ഇരിക്കുന്ന ഒരു യൂണിറ്റ് മാസ് ഉള്ള ഒരു ബോഡി. ഓക്കെ, മനസ്സിലായ? കൺസെപ്റ്റ് ക്ലിയർ ആയ? ഇൻഫിനിറ്റിയിൽ ഇരിക്കുന്ന യൂണിറ്റ് മാസ് ഉള്ള ഒരു ബോഡീനെ നമ്മൾ എങ്ങോട്ട് കൊണ്ടുവരണം? എന്റെ അടുത്തേക്കാ പറ. ഗ്രാവിറ്റേഷണൽ ഫീൽഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? വർക്ക് ചെയ്യണം. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് പറയാം. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലിനെ നമുക്ക് VG വെച്ച് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, പൊട്ടൻഷ്യൽ എപ്പോഴും എന്ത് വെച്ചാൽ റെപ്രസെന്റ് ചെയ്യുള്ളൂ? V. മനസ്സിലായ? ബേസിക് ആണ്, ഇനി 12th ഉള്ളതാണ്. സെക്കൻഡ് ചാപ്റ്റർ ആണ് പൊട്ടൻഷ്യൽ. ഇതൊക്കെ അപ്പൊ വരുമ്പോ ഓർക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓർക്കോ? എവിടെ ഓർക്കാൻ? പൊട്ടൻഷ്യൽ എന്ന് വേർഡ് കേട്ടതെങ്കിലും ഓർക്കോ? ഓർത്താക്കോളാം. ഓക്കെ, അപ്പൊ എഴുതിക്കോ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. എഴുതിക്കോ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ at any point പയ്യെ പറയുള്ളൂ. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ at any point inside a gravitational field inside a gravitational field is defined as the work done to bring a body of
unit mass from infinity to given point. From infinity to given point. From infinity to given point. കിട്ടിയ ആ സെന്റൻസ് മറന്നു ഒരു ടൈപ്പോഴും. എന്താണ് ഇൻഫിനിറ്റിയിൽ ഇരിക്കുന്ന ഒരു പോയിന്റ് നമുക്ക് ഫീൽഡിലേക്ക് കൊണ്ടുവരണം. അത്ര ഓർത്താൽ മതി. അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? വർക്ക് ഡൺ. പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന വേർഡ് കേൾക്കുമ്പോൾ മനസ്സിലായല്ല? ഇൻഫിനിറ്റി. പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കുക, ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ വർക്ക് ചെയ്യണ്ടേ? അത്രേ ഉള്ളൂ. വർക്ക് ഡൺ ടു ബ്രിങ് എ ബോഡി ഓഫ് യൂണിറ്റ് മാസ് ഫ്രം ഇൻഫിനിറ്റി ടു ഗിവൻ പോയിന്റ്. ഏത് ഇൻഫിനിറ്റി നിന്ന് കൊണ്ടുവരാൻ വേണ്ടി നമ്മളൊരു വർക്ക് ഡൺ ചെയ്യണം. അത് എന്ത് പ്രോസസ് വഴിയാണ് കൊണ്ടുവരുന്നൊന്നും പറഞ്ഞിട്ടില്ല. പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ ജസ്റ്റ് അതിനു വേണ്ടി കൊടുക്കുന്ന ഒരു വർക്ക് ഡൺ, അതിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അത്രയും ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പൊ ഏകദേശം ദൂരെ ആയിരിക്കും. അത്രത്തോളം എനിക്ക് ഡിസ്റ്റൻസ് പറയാൻ അത്ര ഇതില്ല. ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ ഏകദേശം. അത്രയും ഇൻഫിനിറ്റിയിൽ നിന്ന് ഈ ഫീൽഡിലേക്ക് കൊണ്ടുവരാനാണ് ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പൊ ഒന്ന് ആലോചിക്കുക, അതിന് എത്രത്തോളം വർക്ക് ഡൺ വേണം. ആ വർക്ക് ഡണ്ണിയാണ് നമ്മൾ എന്തെന്ന് പറയാ? പൊട്ടൻഷ്യൽ എന്ന് പറയാം. പൊട്ടൻഷ്യലിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എന്താ? BG. വി എന്നാണ് നമ്മൾ പൊട്ടൻഷ്യൽ. ശ്രദ്ധിച്ചേ, പൊട്ടൻഷ്യലിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ വി ആണ്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ആയതുകൊണ്ടാണ് BG എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്തേക്കാം. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഇതിന്റെ ഇക്വേഷൻ ആണ് പഠിക്കാനുള്ള. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ VG, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. അപ്പൊ VG എന്ന് പറയുന്നത് എന്താന്നാ ഞാൻ പറഞ്ഞേ? വർക്ക് ഡൺ ടു ബ്രിങ് എ ബോഡി ഓഫ് യൂണിറ്റ് മാസ് ഫ്രം ഇൻഫിനിറ്റി ടു ഗിവൻ പോയിന്റ്. വർക്ക് ഡൺ ആണ് എന്തായിട്ട് പറയുന്നത്? പൊട്ടൻഷ്യൽ ആയിട്ട് പറയുന്നത്. അപ്പൊ ഇവിടെ VG ഈക്വൽ ടു, നമുക്ക് വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ സാധാരണ നമ്മൾ എങ്ങനെയാ പഠിച്ച? വർക്ക് ഡൺ W ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് അല്ലെ? അത് തന്നെയാണ് എന്തിന്റെ ഇക്വേഷൻ? FS എന്ന് ആര് പറഞ്ഞ? എന്നാ കുഴപ്പമില്ല, സോറി. അപ്പൊ VG ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെ വന്നെന്ന് മനസ്സിലായില്ല? വർക്ക് ഡൺ തന്നെയാണ് ഇവിടെ എന്തായിട്ട് വരുന്നത്? പൊട്ടൻഷ്യൽ ആയിട്ട് വരുന്നത്. അപ്പൊ VG ഈക്വൽ ടു വർക്ക് ഡൺ തന്നെയാണ്. വർക്ക് ഡൺ തന്നെയാണ് എന്തിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന? യൂണിറ്റ് മാസുള്ള ബോഡിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് ഗിവൻ പോയിന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി. ഓക്കെ, ഇനി നമുക്ക് ഫോഴ്സിന്റെ ഇക്വേഷൻ എഴുതണം. ഫോഴ്സിന്റെ ഇക്വേഷൻ എഴുതണമെങ്കിൽ Gm/r² എന്ന് പറയുമ്പോൾ ഇത് എർത്ത്, ഇത് ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ എർത്തിന്റെ സർഫസിലേക്കല്ല നമ്മൾ കൊണ്ടുവരുന്നത് ഒരു ഫീൽഡ്. ഇവിടെ അല്ല, ഒരു എർത്തിന് ചുറ്റും ഗ്രാവിറ്റി എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഒരു റീജിയനിലേക്കാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ഇപ്പൊ ഇതൊരു എ എന്ന് പറയുന്ന പോയിന്റിലേക്കാണ് നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത്. ഓക്കെ, എർത്തിന്റെ റേഡിയസ് എന്താണ്? 6. ഓക്കെ, എർത്തിന്റെ മാസ് നമുക്ക് എന്തായിട്ട് എടുക്കാം? M ആയിട്ട് എടുക്കാം. ഓക്കെ, ക്യാപിറ്റൽ M. ഈ ബോഡിയുടെ മാസ്, അതായത് കൊണ്ടുവരുന്ന ബോഡിയുടെ യൂണിറ്റ് മാസ്, പോസിറ്റീവ് ചാർജ് എന്നാ പറയുന്നത്. ഓക്കെ, യൂണിറ്റ് മാസ് ഉള്ള ഈ ബോഡിനെ നമ്മൾ കൊണ്ടുവരുമ്പോൾ അതിന്റെ മാസ് M ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഇനി ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് H ആയിട്ട് എടുക്കണേ. ഇത് തമ്മിലുള്ള എർത്തിന്റെ സർഫസിൽ നിന്ന് ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് H ആയിട്ട് എടുക്കണേ. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? R+H. ഓക്കെ, ഈ R+Hന് പകരം നമുക്ക് ഇതിന്റെ ടോട്ടൽ ഡിസ്റ്റൻസ് സ്മോൾ ലെറ്റർ R ആയിട്ട് എടുക്കാം. മനസ്സിലായ? എർത്തിന്റെ റേഡിയസ് 6, എർത്തിന്റെ മാസ് M. നമ്മൾ ഇവിടെ ഇരിക്കുന്ന യൂണിറ്റ് മാസ് ഉള്ള ഈ ബോഡിനെയാണ് നമ്മൾ ഇൻഫിനിറ്റിയിൽ നിന്ന് ഈ പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ പോണത്. അതിന്റെ മാസ് നമ്മൾ M എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം ആണ് യൂണിറ്റ് മാസ്. അത് വിട്ടേക്കാം, യൂണിറ്റ് മാസ് ആയതുകൊണ്ട്. ഇനി നോക്കി, ഈ പോയിന്റിലേക്കാണ് കൊണ്ടുവരുന്നത്. അപ്പൊ എർത്തിന്റെ സർഫസിൽ നിന്ന് ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് ഒരു പർട്ടിക്കുലർ ഹൈറ്റ്. ഇപ്പൊ എർത്ത് ഇതാണെങ്കിൽ, ഇതാണ് എർത്ത് എന്ന് വിചാരിക്കുക. ഇതിന്റെ സർഫസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് എർത്താണെങ്കിൽ ഇതിന് ചുറ്റുമായിരിക്കും എന്തുണ്ടാവുന്നത്? ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഉണ്ടാവുന്നത്. ആ ഫീൽഡിലേക്കാണ് നമ്മൾ ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു പോയിന്റിനെ കൊണ്ടുവരുന്നത്. എർത്തിന്റെ സർഫസിൽ നിന്ന് ആ ഫീൽഡിലേക്ക് ഒരു പർട്ടിക്കുലർ ഹൈറ്റ്, അതാണ് നമ്മൾ H എന്ന് പറഞ്ഞ് എടുത്തേക്കുന്നത്. മനസ്സിലായ? കിട്ടിയില്ലെങ്കിൽ പറഞ്ഞോട്ടാ. ഫിഗർ ജോസിന് മനസ്സിലായ? ഫിഗർ മനസ്സിലാക്കി വെക്കണം. നോക്കിക്കേ, എർത്ത്. ഓക്കെ, എർത്തിന് ചുറ്റും എന്തുണ്ടാവും? ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഉണ്ടാവും. ആ ഫീൽഡിലേക്കാണ്, ആ ഗ്രാവിറ്റേഷണൽ എർത്തിന്റെ സർഫസിലേക്കും അല്ല നമ്മൾ കൊണ്ടുവരുന്നത്, ഇതിന് ചുറ്റുമുള്ള ഫീൽഡിലേക്ക്. അപ്പൊ ഇത് എർത്താണെങ്കിൽ ഇതിന് ചുറ്റും ഒരു ഫീൽഡ് ഉണ്ടാവും. ഈ ഫീൽഡിലേക്കാണ് നമ്മൾ എന്ത് കൊണ്ടുവരാൻ പോകുന്നത്? ഇൻഫിനിറ്റിയിൽ നിന്ന് ആ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ നമ്മൾ കൊണ്ടുവന്ന് വെക്കാൻ പോകുന്നത്. എർത്തിന്റെ സർഫസിൽ നിന്ന് ഈ ഒരു വെക്കാൻ പോകുന്ന ഈ ബോഡിയിലേക്ക് ഒരു ഹൈറ്റ് ഉണ്ടാവില്ല, അതിനെയാണ് നമ്മൾ H എന്ന് പറഞ്ഞെടുത്തേക്കണം. അപ്പൊ ആദ്യം മനസ്സിലായ? ഫിഗർ പറഞ്ഞു തരാനാണോ? മനസ്സിലായി? കിട്ടിയ? ഓക്കെ, അപ്പൊ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ H ആയിട്ട് എടുത്ത്, അപ്പൊ R+H എന്ന് പറയുന്നതാണ് ടോട്ടൽ എർത്തിന്റെ സെന്ററിൽ നിന്ന് ഈ ഒരു നമ്മൾ കൊണ്ടുവന്ന് വെക്കുന്ന ഈ ഒരു പൊസിഷനിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്.
ഇത് നമുക്ക് ആർ പ്ലസ് എച്ചിന് പകരം നമ്മൾ ആർ ആയിട്ട് അങ്ങ് ടോട്ടൽ ഡിസ്റ്റൻസ് ആർ ആയിട്ട് എഴുതി. ഓക്കെ, ഇനി നമുക്ക് ഫോഴ്സ് എഴുതാം. എഫ് ഈക്വൽ ടു എങ്ങനെ വരും? ജി എം എം ബൈ ആർ സ്ക്വയർ, അല്ലെങ്കിൽ നമുക്കിപ്പോ ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എഴുതി. ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ. പിന്നെ നോക്കിക്കേ, എം എന്ന് പറയുന്നത് എന്താ? 1 അല്ലേ? എമ്മിന്റെ വാല്യൂ യൂണിറ്റ് ആയതുകൊണ്ട്, യൂണിറ്റ് ബോഡി ആയതുകൊണ്ട്, യൂണിറ്റ് മാസ് ഉള്ള ബോഡി ആയതുകൊണ്ട് എമ്മിന്റെ വാല്യൂ 1 ആണ്. സോ എഫ് ഈക്വൽ ടു നമുക്ക് ജി എം ബൈ ഈ ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയറിന് പകരം എന്ത് കൊടുക്കാം? സ്മോൾ ആർ സ്ക്വയർ എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, അപ്പൊ നമുക്ക് ഫോഴ്സ് കിട്ടി. ഇനി നമുക്ക് വേണ്ട ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഫോഴ്സിന്റെ വാല്യൂ കിട്ടി, ഇനി ഡിസ്പ്ലേസ്മെന്റ് കാണണം. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ നോക്കിക്കേ, ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. ഈ ഡിസ്റ്റൻസ് നോക്കാനാണെങ്കിൽ ഇൻഫിനിറ്റിയിൽ നിന്നാണ് ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് കൊണ്ടുവരേണ്ടത്. ഒന്ന് ആലോചിച്ചേക്ക്, ഇൻഫിനിറ്റിയിൽ നിന്ന് കൊണ്ടുവരണം. അപ്പൊ ഇൻഫിനിറ്റിയിൽ നിന്ന് കൊണ്ടുവരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഇൻഫിനിറ്റിയിൽ നിന്ന് ഈ പൊസിഷൻ ആർ ഡിസ്റ്റൻസ് ഉള്ള ഈ പൊസിഷനിലേക്ക് കൊണ്ടുവരണം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഡിസ്പ്ലേസ്മെന്റ് കറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. ഇൻഫിനിറ്റിയിൽ നിന്ന് കൊണ്ടുവന്നല്ലേ പറയുന്നത്. അപ്പൊ നമുക്ക് അതെങ്ങനെ കറക്റ്റ് ആയിട്ട് ഡിസ്പ്ലേസ്മെന്റ് എഴുതാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് നമുക്കിപ്പോ ഈ ഒരു ചെറിയ പോർഷൻ, ഇവിടെ ഒരു ചെറിയ പോർഷൻ ഞാൻ കൺസിഡർ ചെയ്തു. ഈ ഒരു ചെറിയ പോർഷന്റെ ഡിസ്റ്റൻസ് ഡി ആർ ആയിട്ട് എടുത്ത്, ഓക്കെ, ഇതിന്റെ വർക്ക് ഡൺ കണ്ടുപിടിച്ച് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ വർക്ക് ഡൺ കിട്ടും. ടോട്ടൽ വർക്ക് ഡൺ ആണ് എന്ത്? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. ഇവിടെ വർക്ക് ഡൺ എന്ന് പറയുമ്പോൾ എന്ത് മനസ്സിലാക്കാം? വർക്ക് ഡൺ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തിനാണ്? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ തന്നെ ഫസ്റ്റ് വരേണ്ട വേർഡ് എന്താണ്? വർക്ക് ഡൺ. ആ ഒരു സെന്റൻസ് ഇല്ലെങ്കിൽ മാർക്കില്ല കേട്ടോ. വർക്ക് ഡൺ എന്ന് തന്നെ പറയാം. അപ്പൊ നോക്കിക്കേ, ഇവിടെ നമുക്ക് ഇൻഫിനിറ്റിയിൽ നിന്ന് ഈ പൊസിഷനിലേക്കുള്ള ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ നമുക്ക് ഇവിടെ ഡിസ്പ്ലേസ്മെന്റിന് പകരം ഇൻഫിനിറ്റി ടു ആർ എന്ന് പറഞ്ഞ് നമുക്ക് എഴുതി വെക്കാൻ പറ്റുമോ ഡിസ്പ്ലേസ്മെന്റ്? ഇല്ല, അത് പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു ചെറിയ ഒരു പോർഷൻ, ഇന്ന് തന്നെ ഈ ഡെറിവേഷൻ എഴുതി പഠിക്കണം കേട്ടോ. ചെറിയൊരു പോർഷൻ കൺസിഡർ ചെയ്യുക. ഈ പോർഷന്റെ വർക്ക് ഡൺ നമ്മൾ കണ്ടുപിടിച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുമെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ വർക്ക് ഡൺ കിട്ടും. അപ്പൊ എന്തായി? ടോട്ടൽ വർക്ക് ഡൺ എന്ന് ഉദ്ദേശിക്കുന്നത് വി ജി കിട്ടും. ഓക്കെ, മനസ്സിലായോ? ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് വി ജി കിട്ടും. അപ്പൊ നമുക്ക് ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ വി ജി ആയി. ഇവിടെ ഫോഴ്സ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ജസ്റ്റ് ഇക്വേഷൻ എഴുതിയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിക്കാം. ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഒരു ചെറിയ വർക്ക് ഡൺ കൺസിഡർ ചെയ്യുക. ഇന്റഗ്രൽ ഡി ഡബ്ല്യു ഈക്വൽ ടു വർക്ക് ഡൺ എന്ന് പറയുമ്പോൾ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഫോഴ്സിന്റെ വാല്യൂ എത്ര വന്നേക്കുന്നത്? ജി എം ബൈ ആർ സ്ക്വയർ ഇൻറ്റു ഡി ആർ. ഓക്കെ, ഈ ഫിഗർ ഒന്ന് ജസ്റ്റ് വരച്ചെടുത്ത് അല്ലേ മായ്ച്ചു കഴിയുമ്പോൾ പിന്നെ പ്രശ്നം. ഫിഗർ വരച്ചെടുക്കുക. ഡി ആർ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്തു എന്നുള്ള അവിടെ. അതിപ്പോ ഡി ആറിന് വേണം നമുക്ക് ഡി എക്സ് എടുക്കണമെങ്കിൽ ഡി എക്സ് എടുക്കാം, അങ്ങനെയെങ്കിലും എടുക്കും. ഇപ്പൊ ഞാൻ ആറിന്റെ ടേംസ് വരാൻ വേണ്ടി എടുത്തു എന്നേ ഉള്ളൂ. വേഗം വരച്ചെടുക്കേ. വരച്ചെടുത്ത് ഇവിടെ വരെ എത്തുമ്പോ പറയട്ടാ. മനസ്സിലായ? എഴുതി കഴിഞ്ഞാ? പീറ്റർ എഴുതി കഴിഞ്ഞാണോ? ഓക്കെ, നമ്മൾ നോക്കിക്കേ, ഇവിടെ ഇത് നമ്മളിപ്പോ ഡിസ്പ്ലേസ്മെന്റ് കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഈ മെത്തേഡ് ചെയ്യുന്നത്. അപ്പൊ നോക്കിക്കേ, എന്തിനാണ് നമ്മൾ ഇത് ചെയ്യുന്നത്? എന്തിനാ? ഈ ഒരു ചെറിയ വർക്ക് ഡൺ കണ്ടുപിടിച്ച് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു ചെറിയ ഡിസ്റ്റൻസിന്റെ വർക്ക് ഡൺ കണ്ടുപിടിച്ച് ഇന്റഗ്രേറ്റ് ചെയ്യും. ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന എന്തിനു വേണ്ടിയാ?
ഈ ഒരു ടോട്ടൽ വർക്ക് ഡൺ കിട്ടാൻ വേണ്ടിയല്ലേ ഈ ഒരു ചെറിയ പൊസിഷൻ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടം തൊട്ട് ഇവിടെ വരെ ഈ ഒരു ബോഡീനെ മൂവ് ചെയ്യിക്കാൻ വേണ്ടി എടുക്കുന്ന വർക്ക് ഡൺ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ഈ ചെറിയ ഒരു ഡിസ്റ്റൻസ് നമ്മളെടുത്ത് ഇന്റഗ്രേറ്റ് ചെയ്ത് അവിടുത്തെ വർക്ക് ഡൺ കണ്ടുപിടിച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ വർക്ക് ഡൺ കിട്ടും. അപ്പൊ ടോട്ടൽ വർക്ക് ഡൺ കിട്ടണമെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട എവിടം തൊട്ട് എവിടെ വരെയാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്? ഇന്റഗ്രേറ്റിംഗ് ഫ്രം എവിടെന്നാ കൊണ്ടുവരണ്ടേ? ഇൻഫിനിറ്റിയിൽ നിന്ന് ഈ ഒരു പൊസിഷൻ നമുക്ക് R ആയിട്ട് എടുക്കാം. R ഡിസ്റ്റൻസ് ഉള്ള ഈ പൊസിഷൻ വരെയാണ് നമുക്ക് കൊണ്ടുവരേണ്ടത്. അപ്പൊ ഇൻഫിനിറ്റി ടു R ആണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഇൻഫിനിറ്റിയിൽ നിന്ന് R വരെ. ഓക്കെ, ഇൻഫിനിറ്റി ടു R നമ്മൾ എന്ത് ചെയ്യുക? ഇന്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, ഇന്റഗ്രേറ്റിംഗ് ഫ്രം ഇൻഫിനിറ്റി ടു R. ഇനി ഇന്റഗ്രൽ ഓഫ് ഡി ഡബ്ല്യു ഇന്റഗ്രൽ ഓഫ് ഡി ഡബ്ല്യു എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇന്റഗ്രേഷൻ പഠിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഫീൽ ചെയ്യണത്. ഇന്റഗ്രൽ ഓഫ് ഡി ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ ചെറിയ വർഗം നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്തിനാ? എന്ത് കിട്ടാൻ വേണ്ടിയാ? ഇന്റഗ്രൽ ഡി ഡബ്ല്യു എന്ന് പറഞ്ഞ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയാ? ഡബ്ല്യു, ടോട്ടൽ വർക്ക് ഡൺ. ഡബ്ല്യു അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി ഇവിടെ ജി എം നമുക്ക് എന്തായിട്ട് എടുക്കാം? കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കാം. ജി എം കോൺസ്റ്റന്റ് ആണ്. ബാക്കിയുള്ളത് ഇൻഫിനിറ്റി ടു R നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് എന്തിനാ? 1/r². 1/r² dr. അതെന്തുകൊണ്ടാണ് ഞാൻ ഈ ജി എമ്മിനെ മാറ്റി എഴുതിയത്? കോൺസ്റ്റന്റ് ആണ്, ഓക്കെ. അല്ലാതെ ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നോക്കിക്കേ, dr എന്ന് പറഞ്ഞാൽ കിടക്കുന്നത്. അപ്പൊ വിത്ത് റെസ്പെക്ട് ടു R ആണ്. അപ്പൊ ആരെ മാത്രം ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി അവിടെ നമ്മള്? ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇപ്പൊ നോക്കിക്കേ, x² dx എന്ന് പറയുന്ന ഒരു ടേം ആണെന്ന് വിചാരിക്കും. ഓക്കെ, ഈ ഒരു ടേം ആണ് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം. അപ്പൊ നോക്കിക്കേ, വിത്ത് റെസ്പെക്ട് ടു dx എന്ന് പറഞ്ഞാൽ കിടക്കുന്നത്. അപ്പൊ നമ്മൾ ആരെ മാത്രം ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി അവിടെ? എക്സിനെ മാത്രം. y എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. y-നെ നമുക്ക് അനക്കാതെ അങ്ങനെ തന്നെ എഴുതാം. ബാക്കി x² മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. അതുപോലെ ഇവിടെ കിടക്കുന്ന ടേം ഏതാണ്? dr. അപ്പൊ നോക്കിക്കേ, dr എന്ന് പറയുമ്പോ g എമ്മിനെ നമ്മൾ വല്ലതും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതിന് നമുക്ക് എന്ത് ചെയ്യാം? കോൺസ്റ്റന്റ് ആക്കി മാറ്റി എഴുതാം. ഓക്കെ, കോൺസ്റ്റന്റ് ആക്കി എഴുതി ബാക്കിയുള്ളത് w ഈക്വൽ ടു gm ഇൻറ്റു 1/r² dr. ഇനി നമുക്ക് w ഈക്വൽ ടു gm ഇൻറ്റു ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നോക്കിക്കേ, ഈ നമുക്ക് 1/r² നമുക്ക് r⁻² എന്ന് എഴുതാം. അങ്ങനെ എഴുതാമല്ല, 1/r² r⁻² എന്ന് എഴുതാം. ഇന്റഗ്രേറ്റിംഗ് ഫ്രം ഇൻഫിനിറ്റി ടു R ഇൻറ്റു dr. ഇനി ഇതിന്റെ ഇന്റഗ്രൽ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതിന്റെ ഇന്റഗ്രൽ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇപ്പൊ r² ഇന്റഗ്രൽ എന്തായിരിക്കും വരുന്നത്? r² ഇന്റഗ്രൽ ഓഫ് r² dr. ഇതിനെ നമുക്ക് എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാം? ഇതും പോട്ടെ, ഇപ്പൊ ഇന്റഗ്രൽ ഓഫ് x² dx ഇതിനെ നമുക്ക് എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാം? ഇതിനൊരു ഫോർമുല ഞാൻ എഴുതി തന്നിട്ടുണ്ടായിരുന്നു. x⁻n+1 ഡിവൈഡഡ് ബൈ n+1. ബാക്കി ആർക്കും ഓർമ്മയില്ലേ ഇത്? ഇല്ലായിരുന്നു, ചെറുതായിട്ട്. ഓക്കെ, ഇപ്പൊ ഏത് ടേം വന്നാലും എന്ത് ചെയ്താൽ മതി? ഈ ഒരു ഫോർമുല ഓർമ്മയുണ്ട? അർജുൻ ഓർമ്മയുണ്ട? അങ്ങനെ എഴുതി വെച്ചോട്ടെ. ഇന്റഗ്രൽ ഓഫ് x² എന്ന് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാ? ഇങ്ങനെ ചെയ്യാം. ഇപ്പൊ നമുക്ക് കിടക്കുന്നത് എന്താ? r-ന്റെ ടേമിലാണ് കിടക്കുന്നത്. അപ്പൊ r² dr എന്ന് പറയുന്ന ടേമിലാണ് ഇത് കിടക്കുന്നത്. അപ്പൊ r² നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? r⁻² ഡിവൈഡഡ് ബൈ 2+1. അപ്പൊ എങ്ങനെ എഴുതാം? r³ 3 എന്ന് വരും. ഓക്കെ, അപ്പൊ ഏത് ടേം ആണെങ്കിലും ഇങ്ങനെ ഇന്റഗ്രൽ ഒന്നും അറിയില്ലാത്തതുകൊണ്ടാണ്. അറിയാമെങ്കിൽ ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ട് പോകും. ഓക്കെ, നെഗറ്റീവ് ഒന്നും ചെയ്തിട്ടില്ല, അത് ചെയ്യാൻ അതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഞാൻ അതിലേക്ക് ആ ട്രാക്കിലേക്ക് എത്താൻ വേണ്ടി ഒരു എക്സാമ്പിൾ കാണിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നോക്കിക്കേ, r⁻² ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇന്റഗ്രൽ ഓഫ് r⁻² dr എങ്ങനെ ചെയ്യും? അമലൊന്ന് പറഞ്ഞാൽ കിട്ടുമെന്ന് നോക്കിയേ. ഇത് മാത്രം പറഞ്ഞാൽ മതി. ഇന്റഗ്രൽ ഓഫ് r⁻² dr എങ്ങനെ വരും? ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പറഞ്ഞാൽ മതി. ഇപ്പൊ എഴുതിയ ഇക്വേഷൻ ഇല്ലേ, x⁻n+1/n+1. അപ്പൊ എങ്ങനെ വരും? ഇത് ഇന്റഗ്രൽ ഓഫ് x ആണ്. അതൊന്ന് പറഞ്ഞു നോക്കിക്കേ കിട്ടുമെന്ന്. അല്ല, അർജുൻ പറഞ്ഞാലും മതി. r⁻²-2 ഡിവൈഡഡ് ബൈ -2+1. അപ്പൊ ആൻസർ എന്ത് വരും? r⁻²-1/-1. അറിയില്ലാത്തവർ ഇതൊന്ന് സൈഡിൽ എഴുതി വെച്ച് ഇത്ര എഴുതി കഴിഞ്ഞാ
അറിയില്ലെങ്കിൽ ഇത് എഴുതി വെച്ചോട്ടാ. ഇതും വേണമെങ്കിൽ എഴുതി വെച്ചോ. ഈ ഫോർമുലനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ R² വന്നാലും എങ്ങനെ എഴുതണമെന്ന് അറിയാലോ. ഇനി ഇങ്ങനെ ഒരു ഫോർമുല ഞാൻ ജസ്റ്റ് എഴുതി തരുമൊന്നുമില്ല, ഇതെല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാ. ഓക്കെ, നോക്കിക്കോട്ടാ. അപ്പൊ എങ്ങനെ വന്നു? R⁻⁻1 ഡിവൈഡഡ് ബൈ -1. അപ്പൊ വർക്ക് ഡൺ W ഈക്വൽ ടു GM ഇൻറ്റു, കൺഫ്യൂഷൻ ആവുന്നുണ്ടോ എഴുതിയിട്ട്? പ്രശ്നമില്ലല്ലോ. ഓക്കെ, GM ഇൻറ്റു, അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്ത് R⁻⁻2 dr. ഇനി ഇന്റഗ്രൽ നമുക്ക് മാറ്റാം. ഓക്കെ, ശ്രദ്ധിച്ചേ. ഇതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞ റിസൾട്ട് ആണ് നമുക്ക് R⁻⁻1 ബൈ -1 എന്ന് കിട്ടിയത്. ഫാഹിമേ ഉറങ്ങിപ്പോലെ, R⁻⁻1 ബൈ -1 എന്ന് നമുക്ക് കിട്ടിയത്. അപ്പൊ ഇനി ഇന്റഗ്രലിന്റെ ആവശ്യമുണ്ടോ? അതങ്ങ് മാറ്റുക, എന്നിട്ട് ആൻസർ എഴുതുക R⁻1 ബൈ -1. ഇനി നമുക്ക് ലിമിറ്റ് കൊടുക്കുക, ലിമിറ്റ് അപ്ലൈ ചെയ്യാം. R∞. ഓക്കെ, ആ ലിമിറ്റ് അങ്ങനെ തന്നെ എഴുതി. ഇത്രയും കഴിഞ്ഞിട്ട് നമുക്ക് ഇനി W ഈക്വൽ ടു, ഈ മൈനസ് ഞാൻ ഔട്ട് സൈഡ് എടുക്കണേ, -GM R ബൈ -1 1 ബൈ R എന്ന് കൊടുത്ത് 1 ബൈ R R⁻⁻. ഇത്ര എഴുതിക്കുന്നത് വായിച്ചിട്ട് എഴുതാല്ലേ, കാണാൻ പറ്റില്ല. ക്രിസ്റ്റിന് കാണാൻ പറ്റുന്നുണ്ടോ? ബോർഡ് ക്ലിയർ ആണോ? അമ്മന് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഇത്ര എഴുതിക്ക്. മനസ്സിലായ? പീറ്ററിന് മനസ്സിലായ? ഇപ്പൊ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടെ, കുഴപ്പമില്ല. DR എവിടെ പോയെന്നാ? നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞല്ലാടാ. ഇന്റഗ്രേറ്റ് ചെയ്യാനല്ലേ നമ്മൾ ഇങ്ങനെ എഴുതിയേക്കണം. ഇതിന്റെ റിസൾട്ട് അല്ലേ, ആൻസർ അല്ലേ നമ്മൾ ഇത് എഴുതിയേക്കുന്നത്. അപ്പൊ അത് വേണ്ട. ആ ഒരു ടേം വിത്ത് റെസ്പെക്ട് ടു R ആയതുകൊണ്ടാണ് നമ്മൾ R-ന്റെ ടേമിനെ ഇന്റഗ്രേറ്റ് ചെയ്തത്. അപ്പൊ നമുക്ക് ഈ ടേം അങ്ങ് വേണ്ട, അത് മാറ്റും. ഓക്കെ, കഴിഞ്ഞാ? വായിച്ചോട്ടെ. അനന്ത് കഴിഞ്ഞ എഴുതി? ഇവിടെ ആരും എഴുതിയാ? ഓക്കെ, നോക്കിക്കേ. -GM 1 ബൈ R ∞. ഇനി ഓക്കെ, നമുക്കിപ്പോ ആൻസർ കിട്ടി. ഇനി നോക്കിക്കേ, ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യണം. ഫൈനൽ സ്റ്റെപ്പ് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്തു, ഇന്റഗ്രേറ്റ് ചെയ്തതിന്റെ ആൻസർ കിട്ടി. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നോക്കിക്കേ, ഫസ്റ്റ് അപ്ലൈ ചെയ്യേണ്ട ഏതായിരിക്കും? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ഇതും അറിയില്ലെങ്കിൽ എഴുതി വെച്ചോട്ടെ. ഇന്റഗ്രേറ്റ് ചെയ്ത് റിസൾട്ട് കിട്ടി കഴിഞ്ഞിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ W ഈക്വൽ ടു -GM. ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് അപ്ലൈ ചെയ്യാന്ന് ഉദ്ദേശിക്കുന്നത് ശ്രദ്ധിച്ചേ. ഇത് കണ്ട, ഈ R-ന്റെ പ്ലേസിൽ കണ്ട, R കിടക്കുന്ന പ്ലേസിൽ ഫസ്റ്റ് അപ്പർ ലിമിറ്റ്, അതായത് ഈ ടേം കൊടുക്കുക, മൈനസ്, പിന്നെ എന്ത് ചെയ്യുക? ഈ R കിടക്കുന്ന ഇതേ സ്ഥലത്ത് തന്നെ മൈനസ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. മനസ്സിലായ? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ഇവിടെ ഇപ്പൊ ഇവിടെ R തന്നെയാണ്, എന്നാലും നമ്മൾ R തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പൊ ഒരു X ആണെന്ന് വിചാരിക്കുക. ഞാൻ കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ്. X ആണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യും? -GM ഇൻറ്റു 1 ബൈ X മൈനസ് 1 ബൈ ഇൻഫിനിറ്റി എന്ന് കൊടുക്കും. ഓക്കെ, ഇവിടെ നമുക്ക് എന്താ കിടക്കുന്നത്? R ആണ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എങ്ങനെ വരും? 1 ബൈ R മൈനസ് 1 ബൈ ഇൻഫിനിറ്റി. ഓക്കെ, ഇനി 1 ബൈ ഇൻഫിനിറ്റിയുടെ വാല്യൂ എന്താ? 0. അപ്പൊ എന്തായി? W ഈക്വൽ ടു -GM ബൈ R. W ഈക്വൽ ടു -GM ബൈ R. വേഗം എഴുതിക്കോ. എന്തോ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. ഏത്? എന്നാലും നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യണതിന് മാർക്ക് ഉണ്ടാവണം. ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫൈനൽ ലിമിറ്റ് നമ്മൾ കൊടുക്കണം. ഓക്കെ, എഴുതിയ ഇക്വേഷൻ ബോക്സ് ചെയ്ത് ഇതാണ് എന്ത്? എന്താ ഇപ്പൊ നമുക്ക് കിട്ടിയത്? എന്താ
വർക്ക് ഡൺ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ ഇവിടെ? എന്ത് പൊട്ടൻഷ്യൽ? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. വി ജി ഈക്വൽ ടു മൈനസ് ജി എം ബൈ ആർ. ഇത് ബോക്സ് ചെയ്തിട്ടോട്ടാ. വി ജി ഈക്വൽ ടു മൈനസ് ജി എം ബൈ ആർ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എഴുതിക്കോ. നെഗറ്റീവ് സൈൻ. നെഗറ്റീവ് സൈൻ ഷോ ദാറ്റ് the gravitational force is attractive in nature. The negative sign shows that the gravitational force is attractive in nature. ഏതാടാ? അട്രാക്റ്റീവ് ഇൻ നേച്ചർ. കുടിച്ചിട്ട് വേം വാട്ടാ, വേം വാ. വരുവോ? എന്തോ? ആ ഇനി ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, പൊട്ടൻഷ്യൽ നമ്മൾ കണ്ടുപിടിച്ചു. പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ എന്താ കിട്ടിയേ? മൈനസ് ജി എം ബൈ ഓക്കെ ജി എം ബൈ ആർ. അടുത്ത ക്ലാസ്സിൽ ചോദിക്കുമ്പോൾ ഇത് തന്നെ പറയണേ കിട്ടിയത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ വേറെ വ്യത്യാസമൊന്നുമില്ല. ആ എർത്ത് ഗ്രാവിറ്റി എക്സ്പീരിയൻസ് ചെയ്യുന്ന റീജിയൻ ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. ഇവിടേക്ക് നമ്മൾ നേരത്തെ കൊണ്ടുവന്ന എന്താ കൊണ്ടുവന്ന? ഇൻഫിനിറ്റിയിൽ നിന്ന് കൊണ്ടുവന്ന എന്താ? യൂണിറ്റ് മാസ് ഉള്ള ഒരു ബോഡീനെയാണ് നമ്മൾ കൊണ്ടുവന്നത് അല്ലെ. ഇവിടെ നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത് ഒരു മാസമുള്ള വേറെ ഏതൊരു മാസമുള്ള ഒരു ബോഡീനെയാണ് നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത്. യൂണിറ്റ് മാസ് അല്ല. ഓക്കെ, യൂണിറ്റ് മാസ് എന്ന് പറഞ്ഞാൽ 1 kg. അപ്പൊ അതല്ല, നമ്മൾ അതിനേക്കാൾ കൂടുതൽ മാസമുള്ള ഒരു ബോഡീനെ നമ്മൾ ഇൻഫിനിറ്റിയിൽ നിന്ന് എങ്ങോട്ട് കൊണ്ടുവരാൻ പോവാ? ഈ ഗ്രാവിറ്റേഷണൽ ഫീൽഡിലേക്ക് ഈ ഗ്രാവിറ്റേഷണൽ ഫീൽഡിലേക്ക് കൊണ്ടുവരാൻ പോവാ. അപ്പൊ വർക്ക് ഡൺ ടു ബ്രിങ് എ ബോഡി ഓഫ് മാസ് m ഫ്രം ഇൻഫിനിറ്റി ടു ഗിവൻ പോയിന്റ്. ഓക്കെ, വേറെ വ്യത്യാസമില്ല. അവിടെ യൂണിറ്റ് മാസ് ആയിരുന്നു. ഇവിടെ എന്താണ്? ഇവിടെ എന്താ വ്യത്യാസം ഉള്ളത്? യൂണിറ്റ് അല്ല, മാസമുള്ള ഒരു ബോഡിനെ നമ്മൾ ഇൻഫിനിറ്റിയിൽ നിന്ന് ഗിവൻ പോയിന്റിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പൊ അതിന് കൊടുക്കുന്ന ഒരു വർക്ക് ഡൺ. അപ്പൊ അത്രയും വർക്ക് ഡൺ നമ്മൾ കൊടുക്കണ്ടേ? യൂണിറ്റ് മാസമുള്ള ഒരു ബോഡീനെ
ബോഡിനെ നമ്മൾ ഫീൽഡിലേക്ക് കൊണ്ടുവരുന്ന വർക്ക് ഡൺ അല്ല. ഇതെന്ന് പറയുമ്പോൾ നോക്കിക്കേ, വർക്ക് ഡൺ ടു ബ്രിങ് എ ബോഡി ഓഫ് മാസ് m ഫ്രം ഇൻഫിനിറ്റി ടു ഗിവൻ പോയിന്റ്. അപ്പൊ ഈ വർക്ക് ഡൺ ആണ് ഇവിടെ എന്തായിട്ട് സ്റ്റോർ ആവുന്നത്? പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ആവുന്നത്. പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ഇതിൽ പഠിച്ചത് എന്താ? വർക്ക് ഡൺ ടു ബ്രിങ് എ ബോഡി ഓഫ് യൂണിറ്റ് മാസ് ഫ്രം ഇൻഫിനിറ്റി ടു ഗിവൻ പോയിന്റ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പഠിച്ചത്? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. അടുത്ത ക്ലാസ്സിൽ ഞാൻ ഡെഫിനിഷൻ ചോദിക്കും കേട്ടോ. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. ഇവിടെ എന്താ വ്യത്യാസം? എന്താ? വർക്ക് ഡൺ ടു ബ്രിങ് എ ബോഡി ഓഫ് മാസ് m ഫ്രം ഗിവൻ പോയിന്റ്, ഫ്രം ഇൻഫിനിറ്റി ടു ഗിവൻ പോയിന്റ്. ദിസ് വർക്ക് ഡൺ is stored as potential energy. ഈ വർക്ക് ഡൺ ആണ് എന്തായിട്ട് സ്റ്റോർ ആവുന്നത്? പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ആവുന്നത്. അപ്പൊ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി Eg, പൊട്ടൻഷ്യൽ എനർജി, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി Eg ഈക്വൽ ടു Vg ഇൻറ്റു m. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഇൻറ്റു m. m എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ബോഡി ഓഫ് മാസ് m ആണ് നമ്മൾ കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ എങ്ങനെ വരും? Vg ഈക്വൽ ടു മൈനസ് gm ബൈ r ഇൻറ്റു m. ഓക്കെ, അപ്പൊ മൈനസ് gmm ബൈ r. ഓക്കെ, എഴുതിക്കോ. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി, gravitational potential energy. It is the work done, it is the work done, it is the work done to bring a body of, it is the work done to bring a body of mass m, mass m. It is the work done to bring a body of mass m from infinity to given point. It is the work done to bring a body of mass m. മറ്റത് യൂണിറ്റ് മാസ് ആയിരുന്നു, ഇവിടെ മാസ് m. It is the work done to bring a body of mass m from infinity to given point. Given point എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഗ്രാവിറ്റേഷണൽ ഫീൽഡിലേക്ക് കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. ഇൻഫിനിറ്റി ടു ഗിവൻ പോയിന്റ്. ആനന്ദേ എണീറ്റേ, ആനന്ദേ എണീറ്റോ. ഓക്കെ, എഴുത്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. Okay, this work done is stored as, this work done is stored as potential energy. This work done is stored as gravitational potential energy. നേടിയോ, gravitational potential energy. Stored as work done അല്ലേ എനർജി ആയിട്ട് സ്റ്റോർ ആവുന്നത്. Work done is stored as gravitational potential energy. Eg എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. Vg എന്താ മാറിപ്പോരുത്? Vg എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. Eg എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, ഓക്കെ, എഴുതിക്കോ. Vg ഇൻറ്റു m മൈനസ് gm r ഇൻറ്റു സ്മോൾ m. ക്യാപിറ്റൽ M എന്താ? മാസ് ഓഫ് ദ, സ്മോൾ m എന്താ? മാസ് ഓഫ് ദ ബോഡി. ഓക്കെ, ഓക്കെ, അപ്പൊ നമുക്ക് Eg കിട്ടി. ഇനി നോക്കിക്കേ, ഇനി നമ്മള് എർത്തിന്റെ മാസ് ക്യാപിറ്റൽ M, റേഡിയസ് r, റേഡിയസ് r. ഈ ഡിസ്റ്റൻസ് എന്തായിട്ടാ കൊടുത്തത്? ഇതാ, ഇത് h. ടോട്ടൽ ആണ് എന്തായിട്ട് കൊടുത്തത്? r ആയിട്ട് കൊടുത്തത്. ഓക്കെ, ഇനി ഒന്ന് ശ്രദ്ധിച്ചേ. ഇനി ഒരു കേസിൽ നമ്മള് ഇൻഫിനിറ്റിയിൽ നിന്ന്, പീറ്റർ പറയണോ കേട്ടാ, ഇൻഫിനിറ്റിയിൽ നിന്ന് നമ്മൾ ഈ ബോഡി കൊണ്ടുവന്ന് വെക്കാൻ പോകുന്നത് എർത്തിന്റെ ഈ സർഫസ് അല്ലെങ്കിൽ നിയർ ദ സർഫസിലാണ് നമ്മൾ കൊണ്ടുവന്ന് വെക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി അറ്റ് ദ സർഫസ് എങ്ങനെ വരും? Vg ഇൻറ്റു m. ഓക്കെ, ഇനി എങ്ങനെ വരും? ഇത് നമ്മൾ ഇവിടെയാണ് കൊണ്ടുവന്ന് വെച്ചത് അല്ലെ? ഇൻഫിനിറ്റിയിൽ നിന്ന് ഈ പോയിന്റിലേക്കാണ് കൊണ്ടുവന്ന് വെച്ചത്. അതുകൊണ്ടാണ് മൈനസ് gmm ബൈ r എന്ന് എഴുതിയത്. r എന്ന് എഴുതി, ശ്രദ്ധിക്കണേ. ഇനി നമ്മൾ കൊണ്ടുവരുന്നത് ഇൻഫിനിറ്റിയിൽ നിന്ന് എർത്തിന്റെ ഈ സർഫസ് ഏകദേശം ഈ പോയിന്റിലേക്കാണ് നമ്മൾ കൊണ്ടുവന്ന് വെക്കാൻ പോകുന്നത്. എർത്തിന്റെ സർഫസിലാണ് വെക്കാൻ പോകുന്നത്. നേരത്തെ നമ്മൾ വെച്ചാൽ ഫീൽഡിലാണ് വെച്ചത്. അപ്പൊ ഇക്വേഷൻ എങ്ങനെ വരും? മൈനസ്, പറഞ്ഞു ശരിയാ, gm ബൈ
ആ ക്യാപിറ്റൽ ആർ എം എഴുതിക്കോ. ഡിസ്പ്ലേസ്മെന്റ് അല്ല, സർഫസ്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി അറ്റ് ദ സർഫസ് ഓഫ് ദ എർത്ത്. ഏതാണ്? എം സെയിം തന്നെ. നമ്മളിപ്പോ രണ്ട് കേസ് അല്ലേ കൺസിഡർ ചെയ്ത് ചോദിച്ചത്. ഫസ്റ്റ് കേസിൽ എവിടെ കൊണ്ടുവന്ന വെച്ചാൽ ഫീൽഡിൽ കൊണ്ടുവന്ന് വെച്ചു. അപ്പൊ നോക്കിട്ട് ശ്രദ്ധിച്ചേ, ഫസ്റ്റ് കേസിൽ നമ്മൾ കൺസിഡർ ചെയ്തത് ഇത് എർത്തായിട്ട് ഇമാജിൻ ചെയ്യണേ. ഇത് എർത്താണ്. എർത്തിൽ നിന്നൊരു പർട്ടിക്കുലർ ഹൈറ്റ് എച്ച്, ആ ഒരു പൊസിഷനിലേക്കാണ് നമ്മൾ ഇൻഫിനിറ്റിയിൽ നിന്ന് ബോഡി കൊണ്ടുവന്ന് വെച്ചത്. ഇപ്പൊ നമ്മൾ കൺസിഡർ ചെയ്തത് സർഫസിൽ, അതായത് ആ ഒരു ഫീൽഡിലല്ല നമ്മൾ വെച്ച, നേരെ എർത്തിന്റെ സർഫസിലേക്കാണ് കൊണ്ടുവന്ന് വെച്ചത്. അപ്പൊ ആ ഹൈറ്റ് എച്ച് അവിടെ ഇല്ലല്ലോ. ആർ പ്ലസ് എച്ച് എന്ന് പറയുന്നാലേ നമ്മൾ സ്മോൾ ലെറ്റർ ആർ ആയിട്ട് എടുത്തത്. ഇവിടെ നമുക്ക് എന്ത് മാത്രമേ ഉള്ളൂ? ആറ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതെന്താ? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി അറ്റ് ദ പോയിന്റ്. അറ്റ് ദ പോയിന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഏതാണ്? ഗ്രാവിറ്റേഷണൽ ഫീൽഡിലുള്ളത്. ഇനി നോക്കിക്കേ, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി അറ്റ് ദ സർഫസ് ഓഫ് ദ എർത്ത്. എർത്തിന്റെ സർഫസ് അല്ലെങ്കിൽ നിയർ ദ സർഫസിലാണ് നമ്മൾ വെച്ചേക്കുന്നതെങ്കിൽ ഇക്വേഷൻ ഇങ്ങനെ വരും. ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകുന്ന ചേഞ്ച് ഇൻ എനർജി, ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി, ചേഞ്ച് ഇൻ പി ഇ. ഇത് എഴുതിയാ? ഇത്ര എഴുതിയാ? ഇത്ര എഴുതി കഴിഞ്ഞ ചേഞ്ച് ഇൻ പി ഇ. ഇ ജി ഈക്വൽ ടു മൈനസ് ജി എം ബൈ ആറ്, ഇ എസ് ഈക്വൽ ടു മൈനസ് ജി എം എം ബൈ ക്യാപിറ്റൽ ആർ. ഇനി ചേഞ്ച് ഇൻ എനർജി എന്ന് പറയുമ്പോൾ എങ്ങനെ എടുക്കാം നമുക്ക്? ചേഞ്ച് ഇൻ എനർജി ഇ ഈക്വൽ ടു ഇ ജി മൈനസ് ഇ എസ്. ഓക്കെ, അപ്പൊ എങ്ങനെ ഒരു മൈനസ് ജി എം എം ബൈ ആർ മൈനസ് മൈനസ് ഓഫ് ജി എം എം ബൈ ആർ. ഓക്കെ, അപ്പൊ മൈനസ് ജി എം എം ബൈ ആർ പ്ലസ് ജി എം എം ബൈ ആർ. ഓക്കെ, അപ്പൊ നമുക്ക് ജി എം എം ഔട്ട് സൈഡ് എടുക്കാം. GMM into minus 1 by R plus R. ഓക്കെ, ഈ ആറിന് നമുക്ക് എന്ത് കൊടുക്കാം? ഈ ആർ ക്യാപിറ്റൽ, സോറി, ഈ സ്മോൾ ആറിന് വരെ നമുക്ക് എന്തെന്ന് കൊടുക്കാം? ആർ പ്ലസ് എച്ച്. ഇവിടെ എഴുതിയാ കാണാൻ പറ്റുന്നുണ്ടോ? അതില് ഇവിടെ എഴുതിയോ? ഏത്? അത് മാറ്റി കൊടുത്താ പോരെ? ജസ്റ്റ് തിരിച്ചെഴുതിയാ പോരെ? ആ, കുഴപ്പമില്ല, എഴുതിക്കോ. ഓക്കെ, ഇനി ജി എം എം ഇവിടെ എഴുതിയ ജോസിന് കാണാൻ പറ്റുമോ? പീറ്ററിന് കാണാല്ല? അമ്മന് കാണാൻ പറ്റുന്നുണ്ടോ? ക്രിസ്റ്റിന് ബോർഡ് ക്ലിയർ അല്ലേ? ഓക്കെ, ആർ പ്ലസ് എച്ച് മൈനസ് ആർ ഡിവൈഡഡ് ബൈ ആർ ഇൻറ്റു ആർ പ്ലസ് എച്ച്. ഓക്കെ, ഏതാണ് ഈ രണ്ടാറാ? ആ രണ്ടാറും അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തതല്ലേ ഇതിന് പകരം? ഇതിന് പകരം ആർ പ്ലസ് എച്ച് കൊടുത്തു. ഇനി നോക്കിക്കേ, ജി എം എം ഇൻറ്റു ആറും ആറും പോയി, ബാക്കിയുള്ളത് എച്ച് ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് ആർ എച്ച്. ഇനി ഞാൻ ഈ ആർ സ്ക്വയർ ഔട്ട് സൈഡ് എടുക്കണേ. ജി എം എം ബൈ ആർ സ്ക്വയർ എച്ച് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ആർ സ്ക്വയർ ഔട്ട് സൈഡ് എടുക്കണമെങ്കിൽ ഇവിടെ പൊക്കത്തിന് താഴെ ആർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, എച്ച് ബൈ ആർ. ഇത് മനസ്സിലായില്ലേ? ഈ ആർ സ്ക്വയർ ഔട്ട് സൈഡ് എടുക്കണം. ഇത് ആർ എച്ച്, ഇവിടെ നിന്ന് ഒരു ആർ സ്ക്വയർ ഔട്ട് സൈഡ് എടുക്കും. ഇവിടെ ആർ സ്ക്വയർ എടുക്കുമ്പോഴത്തേക്ക് ഇവിടെ നിന്നും കൂടെ എടുക്കണ്ടേ? ഇവിടെ നിന്ന് എടുക്കണമെങ്കിൽ നമ്മൾ മുകളിലും താഴെ മൾട്ടിപ്ലൈയും ഡിവൈഡും ചെയ്യാം ആർ വെച്ച്. എച്ച് ബൈ ആർ വെറുതെ പകർത്തി വെക്കല്ലേ കേട്ടോ. മനസ്സിലായില്ലെങ്കിൽ ചോദിച്ചോ. പീറ്ററെ മനസ്സിലായില്ലെങ്കിൽ ചോദിക്കണേ.
ഓക്കെ, ഇനി അടുത്തത് നോക്കിക്കേ. ഈ h/r എന്ന് പറയുന്ന ടേം, h/r എന്ന് പറയുന്ന ടേം എന്ന് പറയുന്ന ചെറിയ ടേം ആയിരിക്കില്ലേ? h എന്ന് പറയുന്ന ഇത്, r എന്ന് പറയുന്ന ഇത്. അപ്പൊ h/r എന്ന് പറയുമ്പോൾ ആ ടേം എത്ര ചെറുതായിരിക്കും? അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിനെ നമുക്ക് നെഗ്ലെക്ട് ചെയ്യാം. നെഗ്ലെക്റ്റിംഗ് h/r. അപ്പൊ ബാക്കി എന്താ ഉള്ളത്? gmm/r² ഇൻറ്റു h അല്ലേ? ഓക്കെ, ഇനി ഈ gm/r² എന്ന് പറഞ്ഞാൽ എന്താണ്? g. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? gmh, ദാറ്റ് ഈസ് mgh. ഇതാണ് നമുക്ക് പൊട്ടൻഷ്യൽ എനർജിയുടെ ടേമിൽ തന്നെ ഇപ്പൊ കിട്ടിയത്. ഓർത്ത് വെക്കാൻ എളുപ്പമാണ്, ജസ്റ്റ് ശ്രദ്ധിച്ചാ മതി. ഏത് mm/r² വേണ്ട. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ടേമിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് അതിന് നമ്മൾ g ആയിട്ട് കൊടുത്തത്. വേഗം നോക്കിക്കേ, ചെയ്ത് കഴിഞ്ഞവർ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ, വേഗം നോക്ക്. W അല്ലേ? h/r. അത് ചെറിയ ടേമാണ് കമ്പയർ ചെയ്യുമ്പോൾ, അതുകൊണ്ടാണ് നെഗ്ലെക്ട് ചെയ്യുന്നത്. h/r എന്ന് പറയുമ്പോൾ h-നേക്കാളും ചെറുതായിരിക്കില്ലേ? h എന്ന് പറയുന്ന ഈ പൊസിഷൻ, അപ്പൊ h/r എടുക്കുമ്പോൾ അതിലും ചെറുതായിരിക്കും, അതുകൊണ്ടാണ് നെഗ്ലെക്ട് ചെയ്യുന്നത്. വിളിച്ചാരെങ്കിലും മാറണോ? ഇത് മാറ്റണോടാ? കുഴപ്പമില്ല. നോക്കിയാ? വേഗം നോക്കിയാ? നോക്കി കഴിഞ്ഞാ? വേഗം നോക്ക്, വേഗം നോക്ക്. ഇത് നോക്കാനല്ല, മനസ്സിലായെന്ന് എഴുതിയത്. അതിന് ബോർഡിൽ എഴുതാൻ പറഞ്ഞ എഴുതോ പെട്ടെന്ന്. അവർ സ്പിരിറ്റ് എടുത്ത് പീറ്റർ അങ്ങോട്ട് ചെയ്യാന്ന് പറഞ്ഞു തന്നെ. അല്ലേ? ഏതാണ്? ഇല്ല, ഒരാഴ്ച നമുക്ക് അർജുനാക്കാം അല്ലേ? നല്ല വെച്ചാ അവൻ എഴുതിക്കോളും. ഓക്കെ, കഴിഞ്ഞ ക്ലിയർ അല്ലേ? അടുത്ത ക്ലാസ്സിൽ ഞാനിത് വരുമ്പോ തന്നെ എഴുതിക്കും. അപ്പൊ ഡൗട്ട് ചോദിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ വല്ല ഡൗട്ട് ഉണ്ട്, സ്റ്റെപ്പിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ചോദിച്ചോ, ക്ലിയർ ചെയ്ത് തരാം. അറിഞ്ഞൂടെന്നാ? ആരോടാന്നല്ല, എല്ലാരോടും കൂടിയാണ്. പീറ്ററിന് അത് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ. ഓക്കെ, നെക്സ്റ്റ് വൺ ഓർബിറ്റൽ വെലോസിറ്റി. ശ്രദ്ധിച്ചേ, ഓർബിറ്റൽ വെലോസിറ്റി. ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഓർബിറ്റ് എവിടെ നമ്മൾ സോളാർ സിസ്റ്റത്തിലൊക്കെ കണ്ടിട്ടില്ലേ? സോളാർ സിസ്റ്റത്തിൽ എന്താ അന്ന് ജോസ് ഒന്ന് പറഞ്ഞേ, ഓർബിറ്റ് എന്താന്ന് പറഞ്ഞില്ലേ? ഓർബിറ്റ് എന്താ? സോളാർ സിസ്റ്റത്തിൽ എവിടെയാ നമ്മൾ ഓർബിറ്റ് ഉണ്ടാക്കുന്നത്?
ആ ഫിക്സഡ് പാത്തിൽ കൂടെ. ഇപ്പൊ സണ്ണിന് ചുറ്റും എങ്ങനെയാ ഇപ്പൊ റൊട്ടേറ്റ് ചെയ്യുന്നത് മനസ്സിലായില്ലേ? പ്ലാനറ്റ്സ് റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ഫിക്സ്ഡ് പാത്തിൽ കൂടെ ആയിരിക്കില്ലേ സാറ്റലൈറ്റ്സ് ഒക്കെ റൊട്ടേറ്റ് ചെയ്യുന്നത്? സോളാർ സിസ്റ്റം പഠിച്ചിട്ടില്ലേ? നീ ഒന്നും പഠിച്ചിട്ടില്ലേ? എന്ത് പറഞ്ഞാലും നെഗറ്റീവ്. ഓക്കെ, അപ്പൊ ഓർബിറ്റൽ വെലോസിറ്റി ശ്രദ്ധിച്ചേ, ഇത് കഴിയാതെ ഞാൻ വിടില്ല കേട്ടോ, ലേറ്റ് ആയാലോ അതാ പറഞ്ഞ. ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറയുമ്പോ എന്താ? ഇപ്പൊ സണ്ണിന് ചുറ്റും പ്ലാനറ്റ്സ് അല്ലെങ്കിൽ സാറ്റലൈറ്റ്സ് റൊട്ടേറ്റ് ചെയ്യില്ലേ? അപ്പൊ സാറ്റലൈറ്റ്സ് മൂവ് ചെയ്യുന്ന ഒരു ഫിക്സ്ഡ് ഓർബിറ്റലിൽ കൂടി ആയിരിക്കും. അർജുനെ കിട്ടിയ സാറ്റലൈറ്റ്സ് റൊട്ടേറ്റ് ചെയ്യുന്നത് ഒരു ഫിക്സ്ഡ് ഓർബിറ്റിൽ കൂടി ആയിരിക്കും. ആ ഓർബിറ്റിൽ കൂടി അത് മൂവ് ചെയ്യുമ്പോൾ അതിനൊരു പർട്ടിക്കുലർ വെലോസിറ്റി വേണം. ആ വെലോസിറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് ഓർബിറ്റൽ വെലോസിറ്റി. ഒന്നുമില്ല, ആ ഒരു പർട്ടിക്കുലർ ഒരു ഫിക്സ്ഡ് പാത്തിൽ കൂടി ഓരോ സാറ്റലൈറ്റും മൂവ് ചെയ്യുന്നത് ഓരോ ഫിക്സ്ഡ് ഓർബിറ്റിൽ കൂടി ആയിരിക്കും. ആ ഓർബിറ്റിൽ കൂടി അത് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് എന്ത് വേണം? ഒരു പർട്ടിക്കുലർ വെലോസിറ്റി വേണം. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറയുന്നത്. എഴുതിക്കോ, വെലോസിറ്റി വേണം. ഒരു വെലോസിറ്റി ഉണ്ടെങ്കിലല്ലേ അതിന് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ, അതാ ഉദ്ദേശം. ഉണ്ടാവും. ഓക്കെ, അപ്പൊ എഴുതിക്കോ, ദ വെലോസിറ്റി വിത്ത് വിച്ച് ഓർബിറ്റൽ വെലോസിറ്റി. Orbital velocity is defined as the velocity with which the satellites moves in its closed orbit. The velocity with which satellites moves in its closed orbit is called orbital velocity. With which the satellite moves in its closed orbit. Satellites moves in its closed orbit is called orbital velocity. Okay, orbital velocity. Okay, നോക്കിക്കേ, ശ്രദ്ധിച്ചോട്ടെ. അതെ, എർത്തിന് ചുറ്റും ഒരു ഓർബിറ്റ്, ആ ഓർബിറ്റിൽ കൂടി ഒരു സാറ്റലൈറ്റ് മൂവ് ചെയ്യണമെന്ന് വിചാരിക്കും. അപ്പൊ ആ സാറ്റലൈറ്റ് മൂവ് ചെയ്യുമ്പോഴുള്ള വെലോസിറ്റിയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ ഓർബിറ്റൽ വെലോസിറ്റി. ഈ വേർഡ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പറയാൻ പറ്റില്ല ഓർബിറ്റൽ വെലോസിറ്റി എന്താന്ന്. The velocity with which satellite moves in its closed orbit is called orbital velocity. അപ്പൊ എർത്തിന് ചുറ്റും ഇതേ ഒരു ഓർബിറ്റ് വരച്ചിട്ടുണ്ട്, അവിടെ ഒരു സാറ്റലൈറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കണം. സാറ്റലൈറ്റ് റൊട്ടേറ്റ് ചെയ്യുന്ന പാത്താണ് ഈ വരച്ചേക്കണത്. നോക്കിക്കേ, എർത്തിന്റെ മാസ് m, റേഡിയസ് r. അപ്പൊ ഈ സർഫസിൽ നിന്ന്, എർത്തിന്റെ സർഫസിൽ നിന്ന് ഓർബിറ്റിലേക്ക് ഒരു പർട്ടിക്കുലർ ഹൈറ്റ് h കൊടുത്ത് ടോട്ടൽ ഡിസ്റ്റൻസ് r കൊടുത്ത്. ഓക്കെ, ഇവിടെ എന്തുണ്ടാവും? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇവിടെ ഉണ്ടാവില്ലേ? ഓക്കെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് F ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? F ഈക്വൽ ടു G, ഇതിന്റെ മാസ് m ആണെങ്കിൽ Gmm/r² എന്ന് എഴുതാം. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇത് നോക്കിക്കേ, ഒരു സർക്കുലാർ മോഷൻ ആണ്. സർക്കുലാർ മോഷൻ ആകുമ്പോ അതിന് എന്ത് ഫോഴ്സ് കൂടെ ഉണ്ടാവും? അതിന്റെ പേരെന്താ? സെൻട്രിപിറ്റൽ ഫോഴ്സ്. ഓക്കെ, സർക്കുലാർ മോഷനിലാവുമ്പോ ആ ഒരു ബോഡിക്ക് എന്തുകൂടി ഉണ്ടാവും? സെൻട്രിപിറ്റൽ ഫോഴ്സ് കൂടി ഉണ്ടാവും അല്ലെ? അപ്പൊ സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ? F ഈക്വൽ ടു mv²/r. അപ്പൊ ഇവിടത്തെ v എന്ന് ഉദ്ദേശിക്കുന്ന ഇവിടുത്തെ വെലോസിറ്റി ഏത് വെലോസിറ്റിയാ? ഓർബിറ്റൽ വെലോസിറ്റി. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഓർബിറ്റൽ വെലോസിറ്റി നമുക്ക് v0 വെച്ച് റെപ്രസെന്റ് ചെയ്യാം. ഇപ്പൊ മനസ്സിലാവാൻ വേണ്ടി. അല്ലെ, സാധാരണ വെലോസിറ്റി v വെച്ചല്ലേ നമ്മൾ റെപ്രസെന്റ് ചെയ്യാം. ഓർബിറ്റൽ വെലോസിറ്റി നമുക്ക് VO, 0 അല്ല, VO വെച്ച് റെപ്രസെന്റ് ചെയ്യാം. ഓർബിറ്റൽ വെലോസിറ്റി ഓക്കെ, VO വെച്ച് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഇവിടുത്തെ വെലോസിറ്റി നമുക്ക് എന്തെന്ന് കൊടുക്കാം? v² വരെ എന്തെന്ന് കൊടുക്കാം? v²/r എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ രണ്ട് ഫോഴ്സിന്റെ രണ്ട് ഇക്വേഷൻ കിട്ടി. ഓക്കെ, ഇനി ഇതിന് സെൻട്രിപിറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ആരാ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഈ രണ്ട് എർത്തും അതുപോലെ തന്നെ എർത്തും ഈ പറയുന്ന സാറ്റലൈറ്റ്, ആ സാറ്റലൈറ്റും തമ്മിൽ എന്തുണ്ടാവും? ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും. ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? ഈ കേസിൽ സെൻട്രിപിറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, സർക്കുലർ മോഷനിലുള്ള ഏതൊരു ബോഡിക്കും എന്തും ഉണ്ടാവും? സെൻട്രിപിറ്റൽ ഫോഴ്സ് ഉണ്ട്. അതിപ്പോ ഗ്രാവിറ്റേഷൻ അല്ല, നമ്മൾ വേറെ ലോസ് ഓഫ് മോഷൻ പഠിച്ചാലും ഏത് പഠിച്ചാലും സർക്കുലർ ബോഡി ഈസ് ഇൻ എ സർക്കുലർ മോഷൻ, അതിന് എന്തുകൂടി ഉണ്ടാവും? സെൻട്രിപിറ്റൽ ഫോഴ്സ് കൂടി ഉണ്ടാവും സർക്കുലർ മോഷനിലായതുകൊണ്ട്.
അപ്പൊ സാധാരണ കേസിൽ നമ്മൾ പറയുമ്പോ ഈ ഒരു ഗ്രാവിറ്റേഷന്റെ കേസിൽ നമ്മൾ പറയുമ്പോ എർത്തിന്റെ മാസ് എം, റേഡിയസ് r, പിന്നെ ഓർബിറ്റലിൽ കൂടി ഒരു സാറ്റലൈറ്റ് മൂവ് ചെയ്യുന്നു, ആ സാറ്റലൈറ്റിന്റെ മാസ് എം. ഇത് തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും. അതാണ് നമ്മൾ F = gmm/r² എന്ന് എഴുതിയത്. പിന്നെ സർക്കുലാർ മോഷനിലായതുകൊണ്ട് ഓർബിറ്റൽ ഈസ് ഇൻ എ സർക്കുലാർ മോഷൻ, അതുകൊണ്ട് എന്തുകൂടി ഉണ്ടാവും? സെൻട്രിപിറ്റൽ ഫോഴ്സ് ഉണ്ടാവും, mv²r. സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ അറിയില്ലെങ്കിൽ എഴുതി ബോക്സ് ചെയ്തിട്ടോ, mv²r. വെലോസിറ്റിക്ക് വരെ നമ്മൾ vo²r എന്ന് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യാം. ഫോഴ്സിന്റെ രണ്ട് ഇക്വേഷൻ വന്നില്ലേ? നോക്കിക്കേ, ഇക്വേഷൻ 1 ആൻഡ് ഇക്വേഷൻ 2. സോ നമുക്ക് രണ്ട് ഇക്വേഷൻ കൂടി ഇക്വേറ്റ് ചെയ്യാം. ഇക്വേഷൻ 1 ആൻഡ് 2 ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യാം. എങ്ങനെ വരും? mvo²r = gmm/r². ക്യാൻസൽ ചെയ്ത് r പോയി. അപ്പൊ ബാക്കിയുള്ള എന്താ? is equal to gm/r. vo = √gm/r. ഇതാണ് ഓർബിറ്റൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ. ഓക്കെ, വേഗം എഴുതിക്കോ. ഓർബിറ്റൽ വെലോസിറ്റി ഡിഫൈൻ ചെയ്തായിരുന്നില്ലേ എന്താന്ന്? വേഗം എഴുതിക്കോ. ഫിഗർ വരച്ചിട്ട് തന്നെ ചെയ്യണേ. പിന്നെ ഓർക്ക, ഈ ബോഡി സാറ്റലൈറ്റ് മൂവിംഗ് ആണ് ട്ടോ. മൂവിംഗ് ആയതുകൊണ്ടാണ് നമുക്ക് ഇവിടെ എന്ത് വന്നത്? സെൻട്രിപിറ്റൽ ഫോഴ്സ് വന്നത്. അനങ്ങാതിരിക്കുന്ന ബോഡി അല്ല, മൂവിംഗ് ആണ്. അതുകൊണ്ട് നമുക്ക് വെലോസിറ്റി വന്നു, ഓർബിറ്റൽ വെലോസിറ്റി വന്നു. ഓക്കെ, മൂവിംഗ് ബോഡി ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? സെൻട്രിപിറ്റൽ ഫോഴ്സ് എഴുതിയത്. കഴിഞ്ഞ? ഓക്കെ, ഇനി നോക്കിക്കേ, ഇവിടത്തെ ഈ ഓർബിറ്റൽ വെലോസിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r അല്ലെ? r എന്താ? r എന്ന് പറഞ്ഞാൽ എന്താ? r എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് അല്ലേ? ഇവിടെ നിന്ന്, അതായത് എർത്തിന്റെ സെന്ററിൽ നിന്ന് ഈ സാറ്റലൈറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എന്തെന്ന് പറയുന്ന r എന്ന് പറയുന്നത്. അപ്പൊ ഓർബിറ്റൽ വെലോസിറ്റി, ഇങ്ങനെ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓർബിറ്റൽ വെലോസിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r. സോ ഡിസ്റ്റൻസ് കൂടുമ്പോ ഓർബിറ്റൽ വെലോസിറ്റി എന്ത് ചെയ്യും? കുറയും. ഇനി ഡിസ്റ്റൻസ് കുറയുമ്പോ എന്ത് ചെയ്യും? ഓർബിറ്റൽ വെലോസിറ്റി കൂടും. സോ ആ ഒരു പോയിന്റ് കൂടെ എഴുതി വെച്ചോ. ഓർബിറ്റൽ വെലോസിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് r. സോ r increases, orbital velocity decreases, r decreases, VO increases. Orbital velocity is inversely proportional to r. ഇല്ല, ഇതോടെ പറഞ്ഞോട്ടെ, എന്തായാലും തീർത്തോട്ടെ ഓർബിറ്റൽ വെലോസിറ്റി. ഓക്കെ, ഇനി അടുത്തത് ഈ പ്ലാനറ്റ്. ഇപ്പൊ പ്ലാനറ്റ് നമ്മൾ ഈ ഓർബിറ്റലിൽ കൂടിയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ സർഫസിനോട് അടുത്ത്, എർത്തിന്റെ സർഫസിനോട് അടുത്ത് കൂടിയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അടുത്തെന്ന് പറയുമ്പോൾ സർഫസിൽ കൂടി റൊട്ടേറ്റ് ചെയ്യണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എർത്തിന്റെ സർഫസിൽ കൂടിയാണ് സാറ്റലൈറ്റ് റൊട്ടേറ്റ് ചെയ്യണമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, സർഫസിൽ കൂടി റൊട്ടേറ്റ് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. ഇത് നിയർ ദ സർഫസ് എന്ന് നമുക്ക് പറയാലോ. അടുത്തുകൂടി, തൊട്ടടുത്തുകൂടി, എർത്തിന്റെ സർഫസിന്റെ തൊട്ടടുത്തുകൂടിയാണ് ഈ പ്ലാനറ്റ് റൊട്ടേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓർബിറ്റൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്ത് ചേഞ്ച് ആയിരിക്കും ഉണ്ടാകുന്നത്? ഓർബിറ്റൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു VO √gm/r. ഇനി എർത്തിന്റെ സർഫസിൽ കൂടി, സർഫസ് എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ കൂടിയാണ്, തൊട്ടടുത്തുകൂടിയാണ് ഈ പ്ലാനറ്റ് റൊട്ടേറ്റ് ചെയ്ത് പോകുന്നതെന്ന് വിചാരിക്കുക. മനസ്സ് പറഞ്ഞേ, തൊട്ടടുത്തുകൂടിയാണ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കണമെങ്കിൽ നമ്മുടെ VO ഓർബിറ്റൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്ത് ചേഞ്ച് ആയിരിക്കും ഉണ്ടാകുന്നത്? VO = വേറെ ആർക്കെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞോ. ക്യാപിറ്റൽ R ആകും. ഹൈറ്റ് h ഉണ്ടാവും അവിടെ. പറഞ്ഞ സൗണ്ടിൽ പറഞ്ഞ gm/ എങ്ങനെ വരും? r. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G = gm/r² അല്ലേ? ഓക്കെ, ഇവിടെ നമുക്ക് gm = gr² എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, gr² എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. VO = ഇത് എഴുതി കഴിഞ്ഞതായിരുന്ന? ആനന്ദ് എഴുതി കഴിഞ്ഞായിരുന്ന? ഓക്കെ, VO = √gr²
ആർ. VO ഈക്വൽ ടു റൂട്ട് ഓഫ് GR. ഈ കേസ് എപ്പോഴാ വരുന്നത്? ഇപ്പൊ നമ്മൾ കൺസിഡർ ചെയ്ത എപ്പോഴാ വരുന്ന സർഫസിൽ. ഓക്കെ, ഈ സ്മോൾ ജി ആ അത് സർഫസിലല്ലേ? സർഫസിൽ എടുക്കുന്ന സർഫസിലിരിക്കുമ്പോ ബോഡിക്ക് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആ. ഓക്കെ, കഴിഞ്ഞ. ഓക്കെ, ഇനി നമുക്ക് ഇപ്പൊ ഓർബിറ്റൽ വെലോസിറ്റി എർത്തിന്റെ സർഫസിലാണെങ്കിൽ വാല്യൂ എത്രയാണ് വരാൻ പോകുന്നത്? ഇതായിരിക്കും 1 മാർക്ക് ക്വസ്റ്റ്യൻ നോക്കേണ്ടത്. നോക്കിക്കേ, ജിയുടെ വാല്യൂ ജി ഈക്വൽ ടു എത്രയാണ്? 9.8 മീറ്റർ പെർ സെക്കൻഡ്. പിന്നെ ആർ എന്ന് ഉദ്ദേശിക്കുന്നത് ഡിസ്റ്റൻസ് അല്ലേ? റേഡിയസ് ഓഫ് ദ എർത്ത് 6400 കിലോമീറ്റർ വരും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഓർബിറ്റൽ വെലോസിറ്റി ഈക്വൽ ടു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കട്ടെ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോ 7.9 കിലോമീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും വാല്യൂ. ഓക്കെ, കിലോമീറ്റർ പെർ സെക്കൻഡ്. കിലോമീറ്റർ പെർ സെക്കൻഡ് എന്ന് തന്നെ എഴുതണേ, മീറ്റർ ആയിരിക്കില്ല, കിലോമീറ്ററിലായിരിക്കും. ഏതാണ്? അല്ല, ഏത് രീതിയിൽ? ഇത് സർഫസിലുള്ള കേസ് അല്ലേ? സർഫസിൽ മാത്രം നമ്മൾ ഒട്ടുമിക്ക പ്രോബ്ലംസ് വരുന്നതും സർഫസ് ആയിരിക്കില്ല, ഓർബിറ്റിലിരിക്കുന്ന കേസ് ആയിരിക്കും വരുന്നത്. എസ്കേപ്പ് വെലോസിറ്റി അല്ലേ? അടുത്ത ദിവസം എടുക്കാം, അടുത്ത ദിവസം എടുക്കാം. അതും കൂടി എടുക്കാൻ പറ്റുമെന്നാണ് വിചാരിച്ചു, പക്ഷെ ടൈമില്ല. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ ഇത്ര ഒന്ന് നോക്കിയിട്ട് വന്നോ കേട്ടോ. ഓർബിറ്റൽ വെലോസിറ്റി വരെ ക്ലിയർ ആക്കിയിട്ട് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കോട്ടാ. ഓക്കെ, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്താ പറഞ്ഞേ? ഓരോരുത്തരോടും ചോദിക്കാം. അതല്ല, പെട്ടെന്ന് ചോദിച്ചിട്ട് വിട്ടേക്കാം.